1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. വന്യമൃഗശല്യം പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വന്യമൃഗങ്ങളിൽ നിന്നും തോട്ടം വ്യവസായവും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. തോട്ടം മേഖലയിൽ തൊഴിൽ ചെയ്യും. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ ജീവന് നേരെ ഭീഷണിയാവും. ജീവന് നേരെ ഭീഷണിയാവും. ആന, പന്നി, കാട്ടുമൃഗങ്ങൾ, ആന, പന്നി, കാട്ടുമൃഗങ്ങൾ തൊഴിലാളികളുടെ ജീവൻ കവരം. തൊഴിലാളികളുടെ ജീവൻ കവരം. ദാരുണമാവും സംഭവങ്ങൾ ഇല്ലാതാക്കാൻ വഴി കാണൂ. നിലമ്പൂർ കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നിലമ്പൂർ DFO ഓഫീസ് പരിസരത്ത് സമാപിച്ചു. കാട്ടാനകൾ, കടുവകൾ, പുലികൾ, കരടികൾ ഉൾപ്പെടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിനാൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മാർച്ച് പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി P. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗമായി തോട്ടം തൊഴിലാളികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഭൂരിപക്ഷം വരുന്ന തോട്ടങ്ങളും ഹൈറേഞ്ച് മേഖലയിലാണ്, ഉയർന്ന പ്രദേശങ്ങളിലാണ് എന്നതുകൊണ്ട് തന്നെ വനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതാണ് തോട്ടങ്ങൾ എന്നതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആക്രമണമാണ് വന്യമൃഗങ്ങൾ തൊഴിലാളികൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കടുവ മുതൽ ഏതെല്ലാം തരത്തിലുള്ള ഭീകര ജീവികളുണ്ടോ ആ ജീവികളുടെ എല്ലാം ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ട് വേണം പാവപ്പെട്ട തൊഴിലാളിയെ സംബന്ധിച്ച് അവന്റെ ജോലി കൃത്യതയോടുകൂടി നിർവഹിച്ചു പോകാൻ. നേരത്തെയൊക്കെ 4 മണിക്കും 3 മണിക്കും ഒക്കെ തോട്ടങ്ങളിലേക്ക് പോയിരുന്ന തൊഴിലാളി സ്വാഭാവികമായും ഇപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു ഭീകരാന്തരീക്ഷമാണ് തോട്ടങ്ങളിൽ ആകെ തന്നെ ഈ വന്യമൃഗങ്ങളെ കൊണ്ട് സംജാതമായിരിക്കുന്നത്. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്താൻ കഴിയില്ല. കേന്ദ്ര സർക്കാരാണ് ഈ കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PT ഉമ്മർ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം E. പത്മാക്ഷൻ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം, P. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.